ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് ബ്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മധുരമുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും കയ്പില്ലാത്ത നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാറാണത്. നല്ല ടേസ്റ്റുള്ള അടിപൊളി അച്ചാറാണത്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെയെന്ന് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. അപ്പോൾ ആദ്യം തന്നെ നാരങ്ങയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു തുണി വെച്ചിട്ട്, നല്ല വൃത്തിയിലൊരു തുണി വെച്ചിട്ട് വെള്ളമൊക്കെ തോർത്തിയെടുക്കണം. അപ്പോൾ അതായത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തോർത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ആ പ്ലേറ്റിൽ തന്നെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ നാരങ്ങൻ്റെ വെള്ളമൊക്കെ ഞാൻ ഊറ്റി തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു നാരങ്ങ 4 കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു നാരങ്ങൻ്റെ പൊളി 4 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു നാരങ്ങ 8 കഷ്ണമാക്കിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടും ചെയ്യും. നല്ല ടേസ്റ്റും കിട്ടും നമുക്ക് നാരങ്ങ. അപ്പോൾ ആ നാരങ്ങയൊക്കെ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ ചെറുനാരങ്ങയൊക്കെ ഏകദേശം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും കൂടി മറക്കരുത്. എല്ലാ നാരങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുക്കാനുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ ആ നാരങ്ങ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 2 കുട വെളുത്തുള്ളിയും ഒരു ചെറിയ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കി ഇടുന്നതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ അച്ചാറിന്. ഇടയ്ക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അച്ചാറിന് ഇതിൻ്റെ സത്തുകളൊക്കെ അതിൽ ഇറങ്ങി വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചതക്കി ഇടുന്നതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ ഇടുമ്പോഴാണ്. പിന്നെ ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അത് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാദാ മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ട് പോയിക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. പൊടികളൊക്കെ കരിഞ്ഞ് പോകും. പിന്നെ ഇത് മെയിനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ടേസ്റ്റിനായ മധുരം കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഉപ്പും മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതാ ഏകദേശം കുറുന്നനായി വന്നിട്ടുണ്ട്. നമ്മൾ ചെറുനാരങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തിള വന്നാൽ ഇപ്പോൾ ലൈക്ക് അടിക്കാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ആ ചെറുനാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെറുനാരങ്ങ ഇട്ടാൽ നമുക്കിത് ഇളക്കി കൊടുക്കുമ്പോൾ തീ ഓവർ കൂട്ടാൻ പാടില്ല. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല കുറുന്നനായി വന്നുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരം, നല്ല പാകത്തിനുള്ള എരിവും നല്ല ടേസ്റ്റുമാണ് ഈ അച്ചാർ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക.